തൃക്കാക്കരയും ഉൾപ്പെടെ 11 സീറ്റുകളിൽ CPIM സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല. ജില്ലാ നേതൃയോഗങ്ങളിൽ പേരുകൾ ഉയർന്നുവരും. 8 സിറ്റിംഗ് MLA-മാർക്ക് ഇക്കുറി സീറ്റില്ല. മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ മന്ത്രിമാരും മത്സരിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ തീരുമാനം. ഇനി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാത്ത മണ്ഡലങ്ങളൊന്നും നമുക്ക് ആദ്യം പരിശോധിക്കാം. അത് എറണാകുളം, തൃക്കാക്കര, ആലുവ, പുതുപ്പള്ളി, പാലക്കാട്, കൊടുവള്ളി, തിരൂർ, മങ്കട, കൊണ്ടോട്ടി, വണ്ടൂർ, പെരിന്തൽമണ്ണ. ഈ മണ്ഡലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥികളുടെ ഒരു പേരിലേക്ക് എത്താൻ പറ്റാത്തത്. പലതരം കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികൾ ആരാണെന്നുള്ളതിൽ പാർട്ടി ഒരു തീരുമാനത്തിലെത്തും. ഉടൻ തന്നെ അറിയാനും കഴിയും. ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം ഏകദേശം ഒരു ധാരണയിലേക്ക്, ഒറ്റ പേരുകളിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് CPIM അന്തിമ പട്ടികയിലേക്ക് കടക്കുമ്പോൾ 8 സിറ്റിംഗ് MLA-മാർക്കാണ് ഇക്കുറി സീറ്റില്ലാത്തത്. അതാരൊക്കെയാണെന്ന് നോക്കുമ്പോൾ നോക്കൂ. AN ഷംസീർ തലശ്ശേരി MLA, MM മണി ഉടുമ്പൻചോല MLA, M മുകേഷ് കൊല്ലം MLA, മണലൂർ MLA മുരളി പെരുന്നെല്ലി, അതുപോലെ നെന്മാർ MLA K ബാബു, KD പ്രസന്നൻ ആലത്തൂർ MLA, P നന്ദകുമാർ പൊന്നാനി MLA ആയിട്ടുള്ള നന്ദകുമാർ, അതുപോലെ തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ. അപ്പോൾ ഇവർക്കൊക്കെയാണ് ഈ സീറ്റില്ല എന്ന് കരുതിയിരിക്കുന്നത്. പലതരം കാരണങ്ങളുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് ഉടൻ എത്താം. മറ്റൊന്ന് 53 സിറ്റിംഗ് MLA-മാരാണ് ഇക്കുറി മത്സരത്തിനിറങ്ങുന്നത്. അതിലും ഒരു തീരുമാനമായിട്ടുണ്ട്. മറ്റൊന്ന് മുൻ മന്ത്രിയും MLA-യും വീണ്ടും മത്സരത്തിനിറങ്ങുന്നുണ്ട്. മുൻ മന്ത്രി C രവീന്ദ്രനാഥ് മത്സരത്തിനിറങ്ങും. അതുപോലെ കൊയിലാണ്ടി മുൻ MLA K ദാസനും മത്സരത്തിനിറങ്ങും. റഹീസ് റഷീദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി ഇങ്ങനെ മനസ്സിലാവുകയാണ്. ഏകദേശം സ്ഥാനാർത്ഥികളെ ഉറപ്പിച്ച ഒരുപാട് സീറ്റുകളുണ്ട്. സ്ഥാനാർത്ഥികൾ ഇപ്പോഴും ഒറ്റപ്പേരിലേക്ക് എത്താത്ത ഇടങ്ങൾ, അതിനെന്താണ് കാരണമെന്നറിയണം. മറ്റൊന്ന്, ഇക്കുറി മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ, അതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി കാട്ടി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞവരുണ്ട്. മറ്റൊന്ന്, ഉറപ്പിച്ച സീറ്റുകൾ, ആര് നിന്നാലും ജയിക്കുമെന്ന് കരുതുന്ന സീറ്റുകളുണ്ട്. അങ്ങനെ പലതരം കാരണങ്ങളാൽ വിട്ടുനിൽക്കുന്ന സീറ്റുകൾ, MLA-മാർ ആരൊക്കെയാണ്? വിശദാംശങ്ങളിലേക്ക് പോകാം. റോഷ്നി, 11 സീറ്റുകളിലാണ് CPIM-ന് ഇനി സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടത്. ഇന്ന് 14 ജില്ലകളിലും ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി യോഗങ്ങളും ചേർന്നിട്ടുണ്ട്. ചില സ്ഥലത്ത് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അതിനൊരു തീരുമാനമുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. 2 ജില്ലകളിലാണ് കൂടുതൽ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടത്. അത് എറണാകുളത്തും മലപ്പുറത്തുമാണ്. ഇനി ഒഴിച്ചിട്ടിരിക്കുന്ന സീറ്റുകളിൽ ഭൂരിഭാഗവും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരിക്കും വരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ പാലക്കാട് പോലുള്ള CPIM കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്ന സ്ഥലത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതകളാണ് കൂടുതൽ. UDF സ്ഥാനാർത്ഥി ആരാണ് എന്നറിഞ്ഞിട്ട് പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാം എന്നതാണ് ഇന്നലെ ഉണ്ടായിരുന്ന ധാരണ. അതിൽ പല സ്ഥലത്തും സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച പല ആളുകളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. പാലക്കാട് പക്ഷേ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാളെ നിർത്തണം എന്നൊരു പൊതു വികാരത്തിലാണ് നേതൃത്വമുള്ളത്. അത് പിരായിരിയിലും കണ്ണാടിയിലുമൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മെച്ചം LDF-ന് ഉണ്ടാക്കാൻ ഈ സമയത്തും കഴിഞ്ഞിരുന്നു. അത് ഒരു മുസ്ലിം പോക്കറ്റുകളാണ്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താം എന്ന ചർച്ചകളാണ് ഉണ്ടായിരിക്കുന്നത്. 2 ടേം കഴിഞ്ഞ ആളുകളിൽ അവർ മാറിയാൽ ആ സീറ്റിൽ ഉറപ്പായും വിജയിക്കാമെന്ന് CPIM കരുതുന്ന 8 സീറ്റുകളാണുള്ളത്. ആ 8 സീറ്റുകളും സ്ഥാനാർത്ഥികളെ മാറ്റിയിരിക്കുന്നു എന്നതാണ്. കാരായി രാജന്റെ, PK ശ്യാമളയുടെയൊക്കെ കാര്യത്തിൽ പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം അവഗണിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനത്തിന് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകുകയായിരുന്നു. പാർട്ടിയെ സംബന്ധിച്ച് ഇനി തെരഞ്ഞെടുപ്പ് വന്നാൽ മാത്രം മതി. ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളിലും സ്വാഭാവികമായും ഇന്ന് ജില്ലാ കമ്മിറ്റികൾ, നാളെ അതാത് മണ്ഡലം കമ്മിറ്റികൾ സംസ്ഥാനത്തെ മുഴുവൻ സ്ഥലത്തും നടത്തും. ആ മണ്ഡലം കമ്മിറ്റികളിൽ കൂടി കഴിയുന്നതോടെ പ്രോസസ്സ് കഴിയും. പിന്നീട് ഔദ്യോഗികമായ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കുമെങ്കിൽ പോലും നാളത്തെ പ്രോസസ്സ് കൂടി കഴിയുന്നതോടുകൂടി സ്ഥാനാർത്ഥികളോട് മത്സര രംഗത്തേക്ക്, പ്രചരണത്തിലേക്ക്, അത് പോസ്റ്റർ ഒട്ടിച്ചോ അങ്ങനെയല്ല, അല്ലാതെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാനുള്ള നിർദ്ദേശം പാർട്ടി നൽകും. 2 പേരാണ് പുതുതായി മുൻപ് നിയമസഭയിൽ ഉണ്ടായിരുന്ന, കഴിഞ്ഞ നിയമസഭയിൽ ഇല്ലായിരുന്ന 2 പേർ കൂടി വീണ്ടും മത്സരിക്കുന്നു. മണലൂരിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ്, മുൻ വിദ്യാഭ്യാസ മന്ത്രി, മത്സരിക്കുകയാണ്. കാനത്തിൽ ജമീല മത്സരിച്ച അവർ മരിച്ച ഒഴിവാണ് കൊയിലാണ്ടിയിൽ ഉണ്ടായിരുന്നത്. അവിടുത്തെ കൊയിലാണ്ടിയിലെ മുൻ MLA K ദാസൻ തന്നെ മത്സരിക്കട്ടെ എന്ന തീരുമാനമെടുത്തു. നിലമ്പൂരിൽ U ഷറഫലി ഫുട്ബോൾ താരമായിരിക്കും മത്സരിക്കുക. ഒപ്പം പൊന്നാനിയിൽ വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീറിനെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ കൂടി എത്തിയിട്ടുണ്ട് റോഷി. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടേറി വരികയാണ്. സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട്
ഓരോ വിവരങ്ങളും ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട്. റിപ്പോർട്ടർ ടിവിയിലൂടെ തന്നെ ഇതിന്റെ ഒരു പൂർണ്ണ ചിത്രം പ്രേക്ഷകരിലേക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തുന്നതായിരിക്കും. നമ്മൾ തെരഞ്ഞെടുപ്പ് തന്നെയാണല്ലേ 2026 സംബന്ധിച്ച് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലാതെ മറ്റെന്താണ്? അതേസമയം 2 ടേം വ്യവസ്ഥയിൽ CPIM-ൽ കടുംവെട്ടോ എന്ന ചോദ്യവും ഉയരുകയാണ് കേട്ടോ. 2 തവണ ജയിച്ച 23 MLA-മാരിൽ 7 പേർക്ക് മാത്രമാണ് ഇത്തവണ ടേം വ്യവസ്ഥ ബാധകമാകുന്നത്. 16 പേർക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. ഉറച്ച സീറ്റ് എന്ന് പറഞ്ഞാണ് തലശ്ശേരിയിൽ AN ഷംസീറിനും ആലത്തൂരിൽ KD പ്രസന്നനും സീറ്റ് നിഷേധിച്ചത്. 2021-ൽ കർശനമായി നടപ്പാക്കിയ ടേം വ്യവസ്ഥയിലാണ് ഇത്തവണ വെള്ളം ചേർത്തത്. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, കഴിഞ്ഞ തവണ ടേം വ്യവസ്ഥ എന്ന് പറയുന്നത് കർശനമായി നടപ്പാക്കിയതാണ്. ഇക്കുറി അതിൽ വെള്ളം ചേർക്കുമ്പോൾ ആർക്കെങ്കിലും പരിഭവങ്ങൾ ഉണ്ടോ? പ്രത്യേകിച്ച് ഈ ടേം വ്യവസ്ഥയിൽ ഇങ്ങനെ വെള്ളം ചേർക്കുമ്പോൾ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഐഷ പോറ്റിയുടെ ചുവടുമാറ്റം അല്ല, ഐഷ പോറ്റി അത് മാത്രമല്ല പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. എന്നാലും പ്രധാനപ്പെട്ട ഒരു ഘടകം നമുക്ക് അതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? ഈ ടേം വ്യവസ്ഥയിൽ മാറിപ്പോകുന്നത് ആരാണ്? തുടരുന്നത് ആരാണ്? ഇതിൽ ഇപ്പൊ നടക്കുന്ന പാർട്ടിക്കകത്തെ ചർച്ചകൾ എന്താണ് അർജുൻ? റോഷ്നി, ഗുഡ് ഈവനിങ്. എന്തായാലും പാർട്ടിക്കകത്ത് ഈ 2 ടേം വ്യവസ്ഥ അത് 2021-ലെ തെരഞ്ഞെടുപ്പിൽ കർശനമായി നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും ഒക്കെ അവകാശവാദമായി ഉന്നയിച്ചത് പുതിയ ഒരു തലമുറയ്ക്ക് പാർട്ടി വഴിമാറുകയാണ്. തുടർച്ചയായി ഒരു മണ്ഡലത്തിൽ ഒരേ ആൾ തന്നെ ഇങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് പാർട്ടിയുടെ നിലപാടല്ല, CPIM-ന്റെ നിലപാടല്ല. കോൺഗ്രസിനെ പോലെ 10-35 വർഷമൊക്കെ ഒരു മണ്ഡലത്തിൽ അവർ തന്നെ തുടരുക എന്നുള്ള സമീപനം പാർട്ടി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ടേം വ്യവസ്ഥ കൊണ്ടുവന്നത്. 2021-ൽ അത് ഏറെക്കുറെ കർശനമായി തന്നെ നടപ്പിലാക്കിയിരുന്നു. പക്ഷേ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 23 MLA-മാരാണ് 2 ടേം പൂർത്തിയാകുന്നത്. അതിനകത്ത് നേരത്തെ ഉപതെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ അത് സാധാരണഗതിയിൽ CPM അങ്ങനെ ഒരു ടേമായി കണക്കിലാക്കാറില്ല. അങ്ങനെ വരികയാണെങ്കിൽ VK പ്രശാന്ത്, സജി ചെറിയാൻ തുടങ്ങിയിട്ടുള്ളവരെയൊന്നും തന്നെ 2 ടേം എന്നുള്ള കണക്കിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. അതിന് പുറമെ 23 MLA-മാരാണ് ഇത്തരത്തിൽ 2 ടേം പൂർത്തിയായിട്ടുള്ളവരുള്ളത്. അതിനകത്ത് ഇപ്പോൾ 16 പേർക്ക് ഇളവ് നൽകുകയാണ്. ഏകദേശം നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ 70%, അതായത് പകുതിയിലേറെ ശതമാനം പേർക്കും ഇത്തരത്തിൽ ഇളവ് നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് CPIM എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഈ പറയുന്ന 16 പേര് കഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 7 പേർ അവരെ എന്തിനാണ് ഒഴിവാക്കുന്നത്? അവർക്ക് കൂടി ഇളവ് നൽകാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം ഒരു വലിയ രീതിയിൽ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഉയരുന്നുണ്ട്. ചില സ്ഥാനാർത്ഥികൾ, അതായത് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആലത്തൂരിൽ KD പ്രസേനൻ നല്ല ജനകീയമായിട്ടുള്ള ഒരു MLA ആണ്. അവിടെ വലിയ രീതിയിൽ ജനകീയ ഒരു മുഖമുള്ള ഒരു MLA ആണ്. അവരെ എന്തിനാണ് മാറ്റുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നത്. അപ്പോൾ പറയുന്നത് ഉറച്ച സീറ്റാണ്, KD പ്രസേനല്ല, ആര് മത്സരിച്ചാലും അവിടെ ജയിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നു. ഇപ്പോൾ നെന്മാറയിൽ K ബാബു, അവിടെയും ഇതേ വാദം മുന്നോട്ട് വെക്കുകയാണ്. ഏറ്റവും പ്രധാനമായി സംസ്ഥാന സമിതി അംഗം, CPM-ന്റെ സംസ്ഥാന സമിതി അംഗവും നിയമസഭാ സ്പീക്കറും ഒക്കെ ആയിട്ടുള്ള AN ഷംസീർ തലശ്ശേരിയിൽ നിന്ന് ഷംസീറിനെ മാറ്റുമ്പോൾ അവിടെ കാരാരാജനെ പറയും. പക്ഷേ ഷംസീറിനെ മാറ്റേണ്ട സാഹചര്യമാണ്. 16 പേർക്ക് ഇളവ് നൽകുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഈ 7 പേരിലും ജനകീയമായിട്ടുള്ളവർക്ക് ഇളവ് നൽകിക്കൂടെ എന്നുള്ളൊരു ചോദ്യം ഉയരുകയാണ്. ഇപ്പോൾ തൃക്കരിപ്പൂരിൽ M രാജഗോപാൽ MLA-യെ മാറ്റുമ്പോൾ അവിടെ ഒരു കാര്യമായി പറയുന്നത് അവിടെ ഈ ഉറച്ച സീറ്റോ കാര്യങ്ങളൊന്നുമില്ല, അത് സ്വാഭാവികമായി മാറുന്നതാണ്. കാരണം അവിടെ രാജഗോപാൽ CPM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും 2 പദവികൾ ഒരേ ആളുകൾക്ക് വഹിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് രാജഗോപാലിനെ മാറ്റുന്നത്. ഇപ്പോൾ ഉടുമ്പൻചോലയിൽ MM മണിയെ മാറ്റുന്നതിന് പറയുന്ന പ്രായാധിക്യവും അതുപോലെ തന്നെ ചില ശാരീരികമായിട്ടുള്ള പരിമിതിയും ഒക്കെ MM മണിക്കുണ്ട് എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് MM മണിയെ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ അതിന് പുറമെ 4 പേരെയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ഉറച്ച സീറ്റ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് വെട്ടിമാറ്റപ്പെടുന്നത്. അത് തലശ്ശേരിയിൽ AM ഷംസീർ, നെന്മാറ, ആലത്തൂർ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിലാണ്. അതിന് പുറമെ ഈ പറയുന്ന തൃശ്ശൂരിലുള്ള മണലൂർ മണ്ഡലത്തിലുള്ള MLA-യും അത്തരത്തിൽ മാറ്റി നിർത്തപ്പെടുകയാണ്. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ വെട്ടിമാറ്റപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? കാരണം അവർക്ക് 4 പേർക്ക് കൂടി ഇളവ് നൽകിക്കൂടെ എന്നുള്ള ചോദ്യം പാർട്ടിക്കകത്ത് ശക്തമായി തന്നെ ഉയരുകയാണ്. എന്തായാലും ഇതിനകത്ത് ഇനിയൊരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല. ഈ 4 പേരും മാറുക എന്നുള്ളത് തന്നെയായിരിക്കും പാർട്ടിയുടെ ഒരു തീരുമാനം എന്ന രീതിയിൽ ഉണ്ടാവുക. പക്ഷേ എങ്കിൽ കൂടി ആ ഒരു ചോദ്യം പാർട്ടി അണികളിൽ നിന്നും ഈ പറയുന്ന പാർട്ടി നേതാക്കളുടെയൊക്കെ ഭാഗത്ത് ഒരു രഹസ്യ സംഭാഷണത്തിൻ്റെ
ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിന്നബിലിറ്റി ആണ് പ്രധാനപ്പെട്ട ഘടകമെന്ന് പാർട്ടി പറയുമ്പോഴും ഈ 4 പേർക്കും ഏത് സീറ്റിൽ മത്സരിച്ചാലും വിജയിക്കാൻ വേണ്ടി പറ്റില്ലേ? പേരാവൂരിൽ KK ശൈലജയെ പേരാവൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു, മട്ടന്നൂരിൽ നിന്ന് മാറ്റി പേരാവൂരിലേക്ക് മാറ്റും. അത്തരത്തിൽ ഇപ്പോൾ ഷംസീറിനൊക്കെ മറ്റ് സീറ്റുകളിലേക്ക് പരിഗണിച്ചൂടെ എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രധാനമായി തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും ഈ 2 ടേം വ്യവസ്ഥ എന്നത് നടപ്പിലാക്കുമ്പോൾ 16 പേർക്ക് ഇളവ് നൽകുന്നു, അതിൽ 7 പേരെ മാറ്റി നിർത്തുന്നു, അതിൽ 4 പേർ കടുംവെട്ട് വെട്ടി ഒഴിവാക്കുന്നു എന്നുള്ള ആക്ഷേപം പാർട്ടിക്കകത്ത് ഉയരുകയാണ്. റോഷ്നി, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്. ടേം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അപ്പോൾ പാർട്ടി എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ ചിലർക്ക് ഇളവ് നൽകുകയും ചിലർക്ക് നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അതിനിപ്പോൾ എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അർജുൻ പറയുന്നത് പോലെ ഇപ്പോൾ ആ മണ്ഡലത്തിൽ നിന്ന് മാറ്റുകയാണെങ്കിലും ജനകീയരായ നേതാക്കളാണെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ ഒരു സീറ്റ് കൊടുത്തൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും പാർട്ടിയുടെ ഉൾക്കോണുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട്. അർജുനാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. പ്രേക്ഷകരെ